നമസ്കാരം. കൊല്ലം കരുനാഗപ്പള്ളിയിലെ 35 വയസ്സുകാരി താര മക്കളായ ആത്മികയെയും അനാമികയെയും ചേർത്ത് നിർത്തി തീ കൊളുത്തിയാണ് മരിച്ചത്. മക്കളുടെ പ്രായം 6 വയസ്സും 1 വയസ്സും. പ്രവാസിയായ ഭർത്താവ് വിദേശത്തു നിന്നും മടങ്ങിയെത്താനിരിക്കെയാണ് മരണം. കണ്ണീരും ദുരിതവും നിറഞ്ഞ ഈ ജീവിതം മടുത്തെന്നെഴുതി കോട്ടയത്തെ പൊതുപ്രവർത്തകയും അഭിഭാഷകയുമായ ജിസ്മോൾ പുഴയിൽ ചാടി മരിച്ചപ്പോഴും മക്കളെ കൂടെ കൂട്ടി. മക്കളുടെ പ്രായം 2 വയസ്സും 5 വയസ്സും. ജിസ്മോളുടെ പ്രായം 35. ഏതാണ്ട് 1 മാസം മുൻപാണ് ഏറ്റുമാനൂരിലെ ഷൈനി മക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിലേക്ക് ചാടിയത്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. എന്നിട്ടും ഇതാ 2 ദിവസത്തിനിടെ 4 കുഞ്ഞുങ്ങളും 2 അമ്മമാരും അതേ വഴിയിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സ് തകർന്ന് ആത്മഹത്യയിലേക്ക് മക്കളെയും കൂട്ടി അമ്മമാർ പോകേണ്ടി വരുന്നത്? ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊപ്പം സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ, എഴുത്തുകാരി ശ്രീമതി സിജിത അനിൽ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ഡോക്ടർ എൽസി ഉമ്മനിലേക്ക്. ഡോക്ടർ, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് ഏറ്റുമാനൂരിലെ ഷൈനിയുടെ വിഷയം. എന്തുകൊണ്ട് ഷൈനിക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു, എന്തുകൊണ്ട് മക്കളെ കൂടെ കൂട്ടേണ്ടി വന്നു എന്നൊക്കെയുള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ആമുഖമായി പറയാനുള്ളത്? സാധാരണഗതിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകള് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മക്കളുടെ ഭാവിയെ കുറിച്ച് ഒരു വേള ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അത് ചിന്തിക്കാതെ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും കടുകൈ ചെയ്ത് കളയുന്നവരുമുണ്ട്. പക്ഷെ മക്കള് താൻ ഇല്ലാതെ വരുമ്പോൾ, തനിക്ക് തന്നെ താൻ ജീവനോടെ ഇരുന്നപ്പോൾ തനിക്കോ മക്കൾക്കോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു കരുതലോ സ്നേഹമോ തണലോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിപ്പില്ലെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് കുട്ടികളെ കൂടെ കൂട്ടാൻ ആ രീതിയിലേക്ക് ചിന്ത പോകുന്ന ഒരുപാട് അമ്മമാര് ഉണ്ട്. അത് കുട്ടികൾക്ക്, അതായത് ഞാൻ ഈ ലോകത്തിൽ ഈ കുട്ടികൾ തനിച്ചാകുമ്പോൾ കുട്ടികളുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ തന്റെ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള സ്ത്രീകളാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഡിവോഴ്സ് എന്നുള്ള നിലയിൽ നിയമപരമായിട്ടുള്ള ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി തനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ, ഇത് പുരുഷന്മാരും ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി തനിക്ക് കിട്ടത്തില്ലെങ്കിൽ, പ്രത്യേക എന്തെങ്കിലും ഒരു തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യമോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണ് ഏറ്റവും അധികം ഈ തരത്തിൽ ചിന്തിക്കാൻ ഇടയുള്ളതും. അപ്പോൾ താൻ ഭർത്താവിന്റെ മുന്നിൽ തോറ്റുപോയി അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ തോറ്റുപോയി, അതുകൊണ്ട് തനിക്ക് കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു വാശിപ്പുറത്ത് അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കാനായിട്ട് ആ തരത്തിൽ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. മൂന്നാമെന്ന് പറയുന്നത്, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പൊ ഏതെങ്കിലും ഗുരുതര മനോരോഗ പ്രശ്നങ്ങളുള്ളവർ, ഇപ്പൊ സൈക്കോട്ടിക് ആയിട്ടൊക്കെ ഉള്ള ഒരു സ്ത്രീകൾ ചിലപ്പോൾ ഈ തരത്തിലൊക്കെയും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇത് ഫിലിസൈഡ് ഹോമിസൈഡ് എന്ന് നമ്മൾ ഒരു വിളിപ്പേരിലാണ് പറയുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഫിലിസൈഡ് സൂയിസൈഡ്, സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുക, അതിനുശേഷം ആത്മഹത്യയിലേക്ക് പോകുക എന്നുള്ള ആ ഒരു ടേമാണ് ഇതിനു വേണ്ടിയിട്ട് കോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഇതിനകത്തിൽ ഏറ്റവും അപകടം ഒളിഞ്ഞിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രതാപൂർവം വേണം ചർച്ച ചെയ്യാൻ കൂടി. കാരണം ഒരു 2 ആഴ്ചക്ക് മുമ്പേ എൻ്റെ അടുത്ത് തന്നെ, പ്രത്യേകിച്ചും ഷൈനയുടെ ഒരു സാഹചര്യം പത്രത്തിലൊക്കെയും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരമ്മ എൻ്റെ അടുത്ത് വരികയുണ്ടായി. കുട്ടികൾ 3 കുട്ടികളുള്ള അമ്മയാണ്. അപ്പോൾ ഇളയ 2 കുട്ടികൾ പെൺകുട്ടികളാണ്. ആൺകുട്ടി മുതിർന്നു വലിയ കുട്ടിയായി. അപ്പൊ പെൺകുട്ടികളെയും ചേർത്ത് ഷൈനി ചെയ്തതുപോലെ തന്നെ കുട്ടികളെയും ചേർത്ത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് ആ തരത്തിൽ ഈവൻ കുട്ടികളോട് പോലും സംസാരിക്കുകയുണ്ടായി. കുട്ടികൾ പറയുകയും ചെയ്തു, ഞങ്ങളും അമ്മയുടെ കൂടെ പോരാമെന്ന്. ആ തരത്തിൽ വരെ പെൺകുട്ടികളുമായി ചർച്ച നടന്നു. അവസാനം എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയുണ്ടായി. അപ്പോ ഈ തരത്തിൽ സമാനതകളിലൂടെ പോകുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും മനോവിഷമമുള്ളവർ, വീട്ടിൽ നിന്നും പങ്കാളിയുടെ കയ്യിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ട് കുറവുള്ളവർ, മറ്റു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ലാത്തവർ, സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നോ ഒക്കെയും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തവർ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ, ഇതേ സമാനതയിലൂടെ പോകുമ്പോൾ താനും കൂടി അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള തലത്തിൽ വന്ന് ഒരു കണ്ടേജിയൻ, അതായത് സൂയിസൈഡ് കണ്ടേജിയൻ എന്ന് പറയും. ഒരാൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോപ്പി കാറ്റ് സൂയിസൈഡ് എന്ന് പറയും, ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാളും കൂടെ ഇതേ രീതിയിൽ പോകുന്നവർ ഇതിൽ കണ്ട് ഉൾപ്രേരണയോടെ പോയി ചെയ്യുന്ന സംഭവങ്ങളും പലതരത്തിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ പിന്നീട് തുടർമാനമായിട്ട് അത് ആവർത്തിച്ചുകൊണ്ട് പല മൂലകളിൽ നിന്നും ഇതേ വാർത്തകൾ കേൾക്കുന്ന അനുഭവം
നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം കൂടെ കണക്കിൽ എടുത്തു വേണം. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതേ സമാനതകളിൽ കൂടെ പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും, ഇതേ രീതിയിൽ സപ്പോർട്ട് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പോകുന്ന സ്ത്രീകൾ വിക്ടിംസ് മാത്രമല്ല, അവരോടൊപ്പം സഹവസിക്കുന്ന ഒരു കൂട്ടം ജനം നമ്മുടെ സമൂഹത്തിലുണ്ട്. സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളാകാം, അല്ലെങ്കിൽ ഉറ്റവരാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം. അങ്ങനെ ഓരോരുത്തർക്കും സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയും സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. ഇതേ രീതിയിൽ പോകുന്നവർ ഒരുപക്ഷെ നമ്മുടെ കൺമുമ്പിലുള്ളവർ, നമ്മുടെ കൂടെ ഉള്ളവർ, ഒപ്പമുള്ളവർ ഇതേ രീതിയിൽ ചിന്തിക്കാനും ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് വേണ്ടത് ആവശ്യമാണ്. ആ തരത്തിൽ ഈ ചർച്ച ഉപകരിക്കട്ടെ. ആ രീതിയിൽ നമ്മുടെ ഇപ്പൊ ഇത് ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ പോയിന്റ് ഔട്ട് ചെയ്ത് അവർക്ക് റിസ്ക് ഉണ്ടോ എന്ന് നമ്മൾ സ്വയം അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവർക്ക് പിൻബലം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെ നമുക്ക് വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇടയുണ്ട്. അത് തന്നെയല്ല, ഞാൻ ഈ പറഞ്ഞ സ്ത്രീ വന്നപ്പോൾ അപ്പോൾ തന്നെ ആദ്യം ഞാൻ ചെയ്തത് അവരുടെ കൂടെ ഉള്ളവരെ, ഒപ്പമുള്ളവരെ വിളിച്ചറിയിച്ച് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് വേണ്ടുന്ന മാനസിക പിന്തുണ കൊടുക്കണം എന്നുള്ള നിലയിൽ മകനോടും അല്ലെങ്കിൽ അവരുടെ സഹോദരനോടും ഒക്കെ അറിയിക്കുന്ന തക്ക രീതിയിൽ നമ്മൾ ചുവട് വെക്കേണ്ടതും ആവശ്യമുണ്ട്. നമുക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ തലത്തിൽ അവിടെ ഒതുങ്ങുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നല്ല. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് ചോദിച്ചു വരുന്നവരുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം. അപ്പൊ ആ തരത്തിൽ അവർക്ക് ഹെൽപ്പ് മൊബിലൈസ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുമുള്ള സാഹചര്യങ്ങളിൽ ഇതേപോലെ പോകുന്നവരെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ചിന്ത വരാനുള്ളവരെ ചേർത്ത് പിടിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാനോ, നമ്മളെല്ലാവരും ഗേറ്റ് കീപ്പേഴ്സ് ആണ്, കാവൽക്കാരാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പരിധി വരെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി സിജിത അനിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങിയാൽ സമൂഹത്തിനൊരു വലിയ പ്രതിബദ്ധതയുണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ചർച്ചകൾ വഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക, അവരുടെ ബന്ധുക്കളെ അറിയിക്കുക, അവർക്ക് ബോധവൽക്കരണം നൽകുക എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വലിയ സാമൂഹ്യ ഉന്നമനം ഒരു വശത്ത് പറയുമ്പോഴും ഇത്തരത്തിൽ നമുക്ക് സ്ത്രീകൾ, പ്രത്യേകിച്ച് ജിസ്മോളെ പോലെ, കോട്ടയത്തെ ജിസ്മോളെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വെറും ഒരു വീട്ടമ്മ എന്നത് ഞാൻ കുറച്ച് പറയുകയല്ല, എങ്കിൽ പോലും സംസാരിക്കാൻ ആളില്ലാത്ത ഒരാളൊന്നും അല്ല. ജിസ്മോൾ ഒരു അഡ്വക്കേറ്റ് ആണ്, ഒപ്പം പൊതുപ്രവർത്തകയായിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു സാമൂഹ്യ തലത്തിലൊക്കെ അത്രയും നിന്നിരുന്ന ഒരു സ്ത്രീ, അവർക്ക് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തലം ഒന്ന് വേറെയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതില് നമ്മള് സ്ത്രീകള് പ്രത്യേകിച്ചും മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക കുടുംബ തകർച്ചയുടെ ഒരു ഭാഗമാണ്. ഇതിന് നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും ഇങ്ങനെ കേൾക്കുമ്പോൾ കുറെ ചർച്ചയ്ക്ക് വന്നിരുന്നുകൊണ്ട് നമ്മൾ അതുകൊണ്ടൊരു ചർച്ച ചെയ്തുകൊണ്ട് മാത്രമല്ല അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. കാരണം ഇതിന്റെ സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളെ പരിഹരിക്കാതെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ തടയാൻ കഴിയില്ല. അതിന് വ്യക്തിപരമായ സഹായം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കുടുംബം, സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകള്, പെരുമാറ്റ രീതിയില് അതിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. കുടുംബവും സമൂഹവും കൂടി ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരം ആത്മഹത്യാ പ്രവണതകളിലേക്ക് സ്ത്രീകളെ നയിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലാണെങ്കിലും ഒരു തുറന്ന ആശയവിനിമയത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം സാമ്പത്തിക ഭദ്രതയില്ലായ്മ ഉണ്ടാവും, ഗാർഹിക പീഡനം ഉണ്ടാവും, മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള് അതെന്തുമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും അത് അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങളെ തുറന്ന് ചർച്ച ചെയ്യുവാനുള്ള ഒരു അവസരം അവർക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ അത് നമ്മൾ പറയും കൂട്ടുകാരോട് പറയാൻ മേലെ, വീട്ടുകാരോട് പറയാൻ മേലെ എന്നൊക്കെ നമുക്ക് വേണേൽ ചോദിക്കാം. പക്ഷെ ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പലപ്പോഴും അവർക്ക് ആരോടും ഒന്നും പറയാതെ ഒരു നിരാശയിലാവട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഡോക്ടർ എൽസി ഉമ്മ പറഞ്ഞ പോലെ അവർ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അവർ പോയി കഴിഞ്ഞാൽ അവരുടെ മക്കളെ മറ്റുള്ളവരിട്ട് പന്ത് തട്ടും, അല്ലെങ്കിൽ അവർ മരിക്കുന്നതിന്റെ കാരണം തന്നെ എന്താണ്, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷയില്ല എന്നൊരു അവസ്ഥയിലാണ് അവര്. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകള് അവരുടെ മാനസികാവസ്ഥ തങ്ങൾ അനുഭവിക്കുന്ന, തങ്ങൾക്ക് മുന്നോട്ട്
ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല, അല്ല ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു കണിക പോലും തങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്ന് കാണപ്പെടുന്ന അവസ്ഥയിലാണ് അവർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾ ആദ്യം ചിന്തിക്കുന്നത് സ്വന്തം മക്കളെ കുറിച്ചാണ്. എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നുള്ള അവരുടെ ഒരു തോന്നലുണ്ട്. അത് തെറ്റായ ചില വിശ്വാസങ്ങളാണ്. കാരണം താനില്ല എങ്കിൽ തന്റെ മക്കള് ഒറ്റപ്പെട്ടു പോകും, പ്രത്യേകിച്ചും താൻ മരിച്ചു പോയാൽ ആത്മഹത്യയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മക്കൾ സമൂഹത്തിലോ അല്ല കുടുംബത്തിലോ ഒറ്റപ്പെട്ടു പോകുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഇവര് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെ മക്കൾ ആർക്കും ഭാരമാവണ്ട എന്ന് വിചാരിച്ച് മക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതൊരിക്കലും ഒരമ്മയും ചെയ്യാൻ പാടില്ല. കാരണം സ്വന്തം മക്കളെ പൊരുതി കൊടുക്കാൻ ഒരമ്മയും തയ്യാറാവാൻ പാടില്ല. അത് ആത്മഹത്യ ആവട്ടെ, ഏത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് ആരും ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കണം. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചയാണ്. സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനമില്ല. നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ ഒരു അത്താണി ഉണ്ട് എങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം പല തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുന്നത് സ്വന്തമായി ഒരു വരുമാനമോ സ്വന്തമായി ഒരു തൊഴിലോ ഉണ്ടാകുമ്പോഴാണ്. എന്ന് വെച്ച് തൊഴിലോ ഉള്ള സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ണീരണിഞ്ഞ കാഴ്ചകൾ കണ്ടതാണ്. പക്ഷേ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നോ കല്യാണം കഴിച്ചു ചെല്ലുന്ന കുടുംബത്തിൽ നിന്നോ അവർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവർക്ക് കയറി ചെല്ലാൻ ഒരിടം വേണം. നമുക്ക് കയറി ചെല്ലാൻ ഒരിടമുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ധൈര്യപൂർവ്വം അതിപ്പോ സ്വന്തം വീട്ടിലേക്കാണെങ്കിലും കയറി ചെല്ലാൻ അവർക്ക് ഒരിടമുണ്ട് എങ്കിൽ അവരവിടെ പിടിച്ചു നിൽക്കും. സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ. നമുക്കറിയാം മേരി റോയി സമൂഹത്തെയും കുടുംബത്തെയും മതത്തെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് കേസ് നടത്തി. അവര് 1986 ആ കേസ് വിജയിച്ചത്. അതുപോലെ ഷബാനു കേസ് നമുക്കറിയാം, മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശം കിട്ടുന്നതിന് വേണ്ടി കേസ് നടത്തിയതൊക്കെ. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും സ്ത്രീകളുടെ അല്ലെങ്കിൽ സമൂഹവും കുടുംബവും മതവും ഒക്കെ കൽപ്പിച്ചു നൽകുന്ന കുറച്ച് അലിഖിത നിയമങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചാണ് ഇന്ന് കുടുംബവും സമൂഹവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടു എന്ന് വിചാരിച്ച അവരുടെ ബാധ്യതകൾ തീർത്തു വിട്ടേക്കുകയാണ് എന്നൊരു ചിന്ത കുടുംബക്കാർക്കുമുണ്ട്. ഈ കല്യാണം കഴിച്ചു പോകുന്ന സ്ത്രീകൾ ചിന്തിക്കുന്നത് അവര് സ്വന്തം വീട്ടുകാരെ ഒരിക്കലും, ഒരു 70% സ്ത്രീകളും സ്വന്തം വീട്ടുകാരെ ഏതൊരവസ്ഥയിലും പ്രതിക്കൂട്ടിലാക്കാൻ തയ്യാറാകില്ല. അത് അവരുടെ മരണം കൊണ്ടാണെങ്കിൽ പോലും അവർ മരിച്ചാലും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വീതം ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കോ അവരെ പ്രതിക്കൂട്ടിലാകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ പോയില്ല. പക്ഷെ അവർക്ക് കയറി ചെല്ലാൻ ഒരു ഇടം ഇല്ലാത്തത് കൊണ്ടാണ് മിക്ക സ്ത്രീകളും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ സ്വന്തം വീട്ടുകാരാണെങ്കിലും അവർക്ക് ഒരു തിരിച്ച് കയറി, നിനക്കൊരു ആവശ്യം വന്നാല് നിന്നെ നോക്കാൻ ഒരാളില്ല, നീ ഞങ്ങളുടെ ഒപ്പം പോരുവേ, എന്റെ വീട്ടിലല്ല, ഇത് നിന്റെയും കൂടെ വീടാണ്, ആൺപെൺ വേർതിരിവില്ലാതെ ഇത് നമ്മുടെ വീടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ ആദ്യം തന്നെ സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കണം. നാളെ നിനക്കൊരു ആവശ്യം വന്നാൽ, എന്റെ മോൾ ഒറ്റപ്പെട്ടു പോയാൽ നീ ഇങ്ങ് പോരെ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അവർക്ക് ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതുപോലെ തന്നെ ഈ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിലും ഭർത്താവിനോടൊപ്പം ജീവിക്കുമ്പോഴാണെങ്കിലും സ്ത്രീകൾക്കും ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു ലൈഫ് ഇൻഷുറൻസും ഒക്കെ വേണം. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചെലവിലേക്കുള്ള ഒരു നിശ്ചിതമായ ഒരു ഒന്നിച്ച്, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കുട്ടികൾക്കും കൂടി ഒരു കരുതലും ബാക്കി വെക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പോയാൽ എൻ്റെ മക്കൾക്ക് ഒരു കരുതലുണ്ട് എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് സ്വന്തമായി ജീവിക്കാൻ ഉള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ള ഒരു ബോധവൽക്കരണം, ഒരു അവയർനെസ് പഞ്ചായത്ത് തലങ്ങളിലൂടെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്വയം ഒരു സ്ത്രീയെ പ്രബുദ്ധീകരിക്കുക, ആത്മവിശ്വാസം കൊടുക്കുക, അവളുടെ ജീവൻ ഏറെ വിലപ്പെട്ടതാണ്, മറ്റുള്ളവരുടെ ജീവനും കൂടെ നശിപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വെച്ചോണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാഭ്യാസവും ബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാലും ഇമോഷണൽ കോഷ്യന്റിനെ നിയന്ത്രിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും കഴിയുന്നില്ല. അവരുടെ വൈകാരികമായ ബുദ്ധി അല്ലെങ്കിൽ ഇമോഷൻസ് വന്നു കഴിയുമ്പോൾ അവർ പ്രതികരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത് ഇന്നത്തെ കുട്ടികളാണെങ്കിലും യുവതലമുറയാണെങ്കിലും പ്രായമായ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പഴയ തലമുറയെക്കാളും ഇവരുടെ ഇമോഷൻസിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് സഹിച്ച്
നിൽക്കാന്നല്ല, ഒന്നെങ്കിൽ മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി സ്വയം മരിക്കുക, അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നിൽ ഒന്നും നോക്കാനില്ല എന്ന് വിചാരിച്ചൊരു വാശിയിട്ട് പുറത്ത് മരിക്കുക. ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്നെ ആരും താങ്ങാനില്ല എന്നുള്ള നിരാശയിൽ മരിക്കുക. ഇതൊക്കെ ഒരു സൈസ് ഇമോഷണൽ കോഷ്യന്റ്, അത് നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുന്നതാണ് ഏറ്റവും ആത്മഹത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ നമുക്കൊന്ന് ഡോക്ടർ എൽസ്യൂമനോട് കൂടി ചോദിക്കേണ്ടതുണ്ട്. ഡോക്ടർ എൽസ്യൂമൻ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ആത്മഹത്യകളൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാരണം അവരുടെ മാനസിക നിലയെക്കുറിച്ച്. അവരുടെ മാനസിക നില, ഈ നേരത്തെ നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ബോധവൽക്കരിക്കണം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോട് അത് പറയണം എന്നൊക്കെ പറയുമ്പോൾ, ഈ ഒപ്പം നിൽക്കുന്ന ബന്ധുക്കൾക്ക്, ഇവരാരും വീട്ടിൽ തനിച്ച ഉള്ള ആളുകളല്ല ഈ മരിച്ചവരൊന്നും, പക്ഷെ അവരോടൊന്നും സംസാരിക്കാൻ കഴിയാതെ വരിക, അവനവനിലേക്ക് ചുരുങ്ങുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരിൽ ഉണ്ടാകില്ലേ? അത് തിരിച്ചറിയാനുള്ള ശേഷി അത് ഒപ്പമുള്ളവർക്ക് ഉണ്ടാകില്ലേ? അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അവരത് അവഗണിക്കുന്നതാണോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളും വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? കണ്ണടച്ചിരുട്ടാക്കുകയാണ് സാധാരണ അവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മളോട് ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു വിഷയം മറ്റ് ഇതര സ്പെഷ്യാലിറ്റിയുടെ ഡോക്ടർ ആയിരിക്കും റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ഡയറക്റ്റ് വരുമായിരിക്കും. ഇത്തരം റിസ്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അവർ ആ റിസ്ക് ഒപ്പം വരുന്നവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഓ അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, അവരങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല, ഡോക്ടർക്ക് അത് വെറുതെ തോന്നുന്നതാണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല, അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. അപ്പൊ അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ ധൈര്യശാലികൾ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ തെറ്റായ ധാരണകളുണ്ട്. പലപ്പോഴും റിസ്ക് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ച് പറയുമ്പോഴും സാധാരണഗതിയിലുള്ള പ്രതികരണം ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരു 99% പല ലക്ഷണങ്ങൾ അതിനു മുമ്പ് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് അവർ ഉൾവലിയുക, അല്ലെങ്കിൽ അവർ സങ്കടാവസ്ഥയിൽ, വളരെ അതീവ ദുഃഖാവസ്ഥയിൽ കഴിയുക, അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ വളരെയധികം മോശമാവുക. ചിലപ്പോൾ അവരെ ഉറ്റവരോട് തന്നെ പലപ്പോഴും റിസ്കിനെ കുറിച്ച് അവർ സ്വയം പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ ജീവിക്കണമെന്നേ തോന്നുന്നില്ല, അത്തരം പരാമർശങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ അവർ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും. അപ്പോൾ ആ കാണിച്ചിരിക്കുന്നത് അവർ പലപ്പോഴും ഒന്നുകിൽ അത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണെങ്കിൽ വീട്ടിൽ ഒരു അധികപ്പറ്റായിട്ട് തിരിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് സ്ഥായിയായ പ്രശ്നമുണ്ടെങ്കിൽ, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ തന്റെ കൂടപ്പുറപ്പോ തന്റെ മകളോ അല്ലെങ്കിൽ തന്റെ ഭാര്യയോ വിഷമിച്ചിരിക്കുമ്പോൾ അതിനെ അത് കണ്ടിട്ട് സെൻസിറ്റൈസ്ഡ് ആകാനുള്ള ഒരു മാനസികാവസ്ഥ ഈ പറഞ്ഞ അപ്പുറത്തെ വശത്തുള്ളവർക്കും ഉണ്ടാകണമെന്നില്ല. അവർ വളരെയധികം പരുക്കമായിട്ടും അല്ലെങ്കിൽ യാതൊരു രീതിയിലുമുള്ള വളരെ നിർമ്മലമായിട്ടുള്ള മൃദുലമായിട്ടുള്ള വികാരങ്ങൾക്കുടമ അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അവർക്കത് തിരിച്ചറിയാനും പറ്റത്തില്ല. അഥവാ തിരിച്ചറിഞ്ഞാലും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കണ്ണടച്ചിരുട്ടാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള തലത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരം റിസ്ക് കാണിച്ചാലും, അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചാലും അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു പ്രതികരണം നൽകുകയോ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ പ്രാധാന്യം നൽകി അതിനൊരു പരിഹാരം കാണുകയോ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിൽ ചെന്നെത്തപ്പെടുന്നത്. ഇപ്പോൾ ഈ സൂചിപ്പിച്ച 2-3 ഉദാഹരണങ്ങളുണ്ടല്ലോ പലയിടത്തും നടന്നത്, നമ്മൾ ആ കേസസ് ഒക്കെയും വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ പലരോടും ചെന്ന് അവരുടെ വ്യാധികൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ, മനോവ്യാധികളാണ് ഉദ്ദേശിച്ചത്, അവരുടെ വിഷമങ്ങളൊക്കെയും പങ്കുവെച്ചിട്ടുണ്ട്. അവർ ഇത്രയും ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ വേണ്ടുന്ന രീതിയിലുള്ള ഒരു പിന്തുണയോ, വേണ്ടുന്ന രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കാനായിട്ട്, ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്, ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പോലും നൽകാനായിട്ട് ആരും തയ്യാറായില്ല അതാണ് ഡോക്ടർ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ അത് ഒന്നുകൂടി എടുത്തു പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോട് പല രീതിയിൽ മൊഴി നൽകുന്ന ബന്ധുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസവും ബഹളമുണ്ടായി എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് ആ സമയത്ത് അവർക്ക് അത് ഈ പറയുന്ന പോലെ പോലീസിനെ അറിയിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല, ഇവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അവർക്കൊപ്പം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക എന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്.
പോലീസിനോട് പറഞ്ഞ മാതിരി ഇന്ന് ഞാൻ കണ്ട ഒരു കേസാണ്. പോലീസിനോട് പറഞ്ഞു, ഇന്നലെ കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞു, കേസായി, വനിതാ സെല്ലിൽ കേസായി, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കേസായി. ആ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അതെങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള വ്യഗ്രതയാണ് അവിടെ ഉള്ളവർക്ക്. അപ്പോ ആദ്യം ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് തന്നെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. കാരണം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോയിട്ട് അവർക്ക് നിക്കക്കളിയില്ലാതെ നെറ്റ് വഴി എന്റെ നമ്പർ സെർച്ച് ചെയ്ത് എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവർ ഇന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ആ രീതിയിൽ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടവർ പോലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും എങ്ങനെയെങ്കിലും അതങ്ങ് ഒതുക്കി തീർക്കുക, അല്ലെ എങ്ങനെയെങ്കിലും അത് ഇല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പെരുമാറുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത്. അപ്പൊ വീട്ടിലുള്ളവരാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും അധികാരികളാവട്ടെ, ആരുടെയെങ്കിലും അടുത്ത് ഇത്തരം കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആത്മഹത്യ എന്നുള്ളത് ഒരു പരിധി വരെ അത് പ്രിവെന്റബിൾ ആണ്. നമ്മൾ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു പരിധി വരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടാവുന്നത് തന്നെയാണ്. കാരണം അവർക്ക് ആ ഒരു മിക്കവാറും ആ ഒരു സമയത്ത് ഒരാളുണ്ട്, ഞാൻ ഒപ്പം ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നതൊക്കെ രീതിയിൽ നമ്മൾ പെരുമാറേണ്ടത് ആവശ്യമാണ്. അത് ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാനാണെങ്കിലും പലപ്പോഴും പേഴ്സണലി ഞാൻ അവരെ വിളിച്ച് അറിയോ ഓക്കെ എന്ന് ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം അങ്ങേ തലക്കൽ ഒരാൾ ഓക്കെ ആണ് എന്ന് ഒരാൾ അന്വേഷിക്കാനുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ അവർ ഇത്തരം ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ പലവട്ടം ഈ ചോദിച്ചവരുടെ എങ്കിലും ഒരു ചിന്ത അവരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തലത്തിൽ നമ്മൾ ആ രീതിയിൽ ഒരു മൾട്ടി മോഡൽ അപ്രോച്ച് വളരെയധികം ആവശ്യമാണ്. ഏറ്റവും ഉപരി ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. പക്ഷെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് സകലരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു മുറിവ് വന്നാൽ അത് വെള്ളം നല്ലപോലെ ഒഴിച്ച് കഴുകി കളയണമെന്നും, അല്ലെങ്കിൽ അത് ആ രീതിയിൽ വെക്കണമെന്നും, എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നും, ബാൻഡേഡ് കൊടുക്കണമെന്നും, അല്ലെങ്കിൽ ഒടിവുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കെട്ടി വെക്കണമെന്നും ഒക്കെ ഉള്ള ഒരു സാമാന്യ ബോധം, ഒരു കോമൺ സെൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതേപോലെ തന്നെ ഇത്തരം മനോവ്യാധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ മനോവിഷമങ്ങൾ വരുമ്പോൾ, നൈരാശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ കൈവിട്ട ഒരു അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും എത്തപ്പെടാതെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെയും എങ്ങനെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് നമ്മൾ എല്ലാവരും തന്നെ അക്വയർ ചെയ്തെടുക്കേണ്ട ആവശ്യമാണ്. അതിന് പ്രത്യേകിച്ച് സ്പെഷ്യലൈസേഷന്റെ ഒന്നും ആവശ്യമില്ല. അതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരാളിന്, അല്ലെങ്കിൽ സമൂഹത്തോടും അവനവന്റെ മനസാക്ഷിയോട് നീതി പുലർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് എളുപ്പമായി പഠിച്ചെടുക്കാവുന്നതാണ്. ആ തരത്തിലൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സാന്ത്വനം, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് അതിന് പരിഹാരമുണ്ട്, നമുക്ക് ആലോചിക്കാം, അല്ലെ ഇന്ന സ്ഥലത്ത് പോകും, അത്രയും ഒരു വാക്ക് ഒരു പക്ഷേ മതിയായിരിക്കും തൽക്കാലത്തേക്ക് അവരെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പരിധി വരെ ഇത്തരം രീതിയിലുള്ള ഒരു ദുരന്തം നമുക്ക് പ്രിവെന്റ് ചെയ്ത് പോകാവുന്നതാണ്. ശരി, ശ്രീമതി സിജിത അനിൽ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളല്ലേ എന്നാണ് നമ്മുടെ ക്യാമ്പയിൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും രണ്ട് രീതിയിൽ അതിനെ കാണുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്യണമെന്നായിരുന്നു നിങ്ങൾ പറയുന്നത്? അവർ കൂടെ കൂട്ടണ്ടായിരുന്നു എന്നാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. രണ്ട് വശമുണ്ട് ഈ കാര്യത്തിന്. പക്ഷെ ഒരമ്മ എന്ന നിലയിൽ ഒരു കുഞ്ഞിനെ, ഏറ്റവും പ്രാണനായി കരുതുന്ന കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അവർ അത്രയും ഗതികെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ എന്ന മറുവാദവും അതിനുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഇഞ്ചക്കാട് നടന്ന ഒരു ആത്മഹത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ശരണ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ 2 മക്കളെ, 3ഉം 6ഉം വയസ്സുള്ള 2 മക്കളെ മുറിക്ക് പുറത്താക്കി വാതിലടച്ച് അവർ ആത്മഹത്യ ചെയ്തു. ഫാനിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവിടെ ആ മക്കളിനി എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതല്ലാതെ അതേക്കുറിച്ച് ഇനി അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിലുള്ള സോഷ്യൽ കാര്യങ്ങളിൽ കൃത്യമായൊരു അവബോധം നമുക്കുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൃത്യമായ ഒരു അവബോധം നമുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഈ ആത്മഹത്യ പ്രവണത തടയാനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അത് ഇന്നയാളിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ അയാളെ വിളിച്ച് അവയർനെസ് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ ആദ്യം മാറേണ്ടതുണ്ട്. സ്ത്രീ എല്ലാം സഹിക്കേണ്ടവളാണ്, അവർക്ക് ഇതൊക്കെ സഹിച്ചാൽ എന്താ, ഇത്തരം ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിലും കുടുംബത്തിലും ഉള്ളത്. അപ്പൊ ആ കാഴ്ചപ്പാട് സമൂഹവും മാറണം, കുടുംബവും മാറണം. ആ സമൂഹവും കുടുംബവും മാറണമെങ്കിൽ നല്ലൊരു അവബോധം ആവശ്യമാണ്. അത് ആത്മഹത്യ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അവരുടെ മൊത്തത്തിലുള്ള നമ്മുടെ സമൂഹത്തിന് അത് ആവശ്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു 2 പക്ഷം വരുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോഴും. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അമ്മ എന്ന നിലയിൽ ചിന്തിക്കുമ്പോഴും
അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, കാരണം അവർക്ക് മുന്നോട്ട് നമ്മൾ അവരുടെ കുഞ്ഞിനെ ഇട്ടേച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം അവരനുഭവിക്കുന്നതിന്റെ 10 മക്കൾ അനുഭവിക്കും എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അത് ന്യായീകരിക്കുന്നതല്ല. പക്ഷെ അവരെ ആ തരത്തിലേക്ക് എത്തിക്കുന്നത് ആ കുടുംബക്കാരും സമൂഹവുമാണ്. ഇപ്പം കുട്ടികളെ പുറത്താക്കി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും ആ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു പ്രവണതയോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിരാശയൊക്കെ അടുത്ത ബന്ധുക്കൾക്ക് അറിയാവോ. എപ്പോഴും അതെ, നമ്മൾ എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കാൻ തയ്യാറാകണം. അവർ പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കാതെ നിസ്സാരമാക്കാതെ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ, വൈകാരികതയെ, അവരുടെ വികാരങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ സമൂഹമോ കുടുംബക്കാരോ ശ്രമിക്കേണ്ട, അതിന് വേണ്ട സുഹൃത്തുക്കളോ ഒക്കെ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും പറയുമോ, നമ്മൾ അറിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ അറിയുമ്പോഴത്തേക്കും സംഭവം കഴിയും. ഇനി അഥവാ നമ്മൾ അറിഞ്ഞാലും നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നവരിലേക്ക് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ അവയർനെസ്സും കൗൺസിലിങ്ങും. അതുപോലെ കുട്ടികളെ ഇപ്പൊ നമുക്ക് ഒരു സ്ത്രീക്ക് ആ കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. ഒരുപാട് സമിതികളുണ്ട്. അവിടെയൊക്കെ അവരെ ഏൽപ്പിക്കാവുന്നതാണ്. കുട്ടികളെ കൊണ്ടല്ല ഒരു സ്ത്രീയും മരിക്കേണ്ടത്. അതിന്റെ മറുഭാഗം അവരുടെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അറിഞ്ഞിട്ടായിരിക്കും, അല്ലെ മക്കളെ നോക്കാൻ ആളില്ല എന്നൊക്കെ ഓർത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ സ്ത്രീകൾക്ക്, മൊത്തം സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് അതാണ് ഏറ്റവും വലിയ ആത്മഹത്യ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി സീത. അനിലൊപ്പം ഡോക്ടർ എൽസി ഉമ്മൻ ഞങ്ങളോട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും സംസാരിച്ചതിനും. നേരത്തെ ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞതുപോലെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ ആത്മഹത്യ പ്രവണതയുള്ളവരോട് പറയുമ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരോട് പറയാനുള്ളത്, വളരെ ധൈര്യമുള്ളവരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങാതിരിക്കുന്ന നമ്മുടെ സമീപനം മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളല്ലേ എന്ന ഈ ക്യാമ്പയിൻ ഇനിയും തുടരും. നമസ്കാരം.